വൃത്തികേടാണോ തന്റെ ഗുഹ? മൊത്തം തൂത്തു വാരണം. ആവശ്യം കഴിഞ്ഞാൽ പാത്രങ്ങൾ ചുമ്മാ ഇടരുത്, കമഴ്ത്തി വെക്കണം. പിന്നെ തിന്നതിന്റെ ബാക്കിയൊന്നും ഇങ്ങനെ ഇടരുത്. ഈ എല്ലൊക്കെ ഇങ്ങനെ കിടന്നാൽ വൃത്തികേടാ. എല്ലാം നക്കി തുടച്ച് വൃത്തിയാക്കിയതാ സൂത്ര. വൃത്തിയാക്കി. ആ, ഒരുവിധം ക്ലീൻ ആയി. മോന് കുറച്ച് സയൻസ് പറഞ്ഞു കൊടുക്കണം. സയൻസിൽ ഇവൻ വീക്കാ. പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ തനിക്കും വീക്കാ. ഏതെങ്കിലും പരീക്ഷണം പറഞ്ഞു കൊടുത്താൽ മതി. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. അകത്ത് മൊത്തം വൃത്തികേടാ അല്ലേ സൂത്ര? അതൊക്കെ പോട്ടെ, താൻ പോയി കുറച്ച് വെള്ളം കൊണ്ടുവാ, പരീക്ഷണത്തിനാ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ കൊണ്ടുവരാം. എനിക്ക് ഏതായാലും ഒന്ന് കുളിക്കണം. മോനെ, അകത്ത് വേറെ പാത്രമില്ലേ? ഉണ്ട്. പകുതി വെള്ളം ആ പാത്രത്തിൽ ഒഴിക്ക്. എന്നിട്ട് ഈ പാത്രം ഇങ്ങോട്ട് കൊണ്ടുവാ. എന്നിട്ട് ഇത് പുറത്തു വെക്കാം. അകത്തെ പാത്രത്തിലും പുറത്തെ പാത്രത്തിലും വെള്ളം ഒരേ അളവിലാ. പക്ഷേ പുറത്തു വെച്ച പാത്രത്തിലെ വെള്ളം ആദ്യം വയ്ക്കും, ചൂട് കാരണം. കുറെ നേരം ചുമ്മാ ഇരിക്കാം. അതാണ് ഈ പരീക്ഷണത്തിന്റെ ഹൈലൈറ്റ്. ഹിഹി. എന്തായി പരീക്ഷണം? വന്നു. അത് വെയിലത്ത് വെച്ച വെള്ളം വേഗം വറ്റുമെന്ന് തെളിയിച്ചതാ. മോനെ, അകത്തെ പാത്രത്തിൽ ഇതിനേക്കാൾ വെള്ളമില്ലേ? അകത്തെ പാത്രത്തിൽ വെള്ളമില്ല. തന്റെ പരീക്ഷണം പൊളിഞ്ഞു. അയ്യോ. അകത്തെ പാത്രത്തിലെ വെള്ളം എങ്ങനെ തീർന്നു? ഗുഹ വൃത്തിയാക്കാൻ പാത്രം കമഴ്ത്തി വെക്കണമെന്ന് ശേരിച്ചേട്ടൻ പറഞ്ഞിരുന്നു. ഒരിക്കൽ സൂത്രനും ശേരുവും കാട്ടിലൂടെ നടക്കുമ്പോൾ. അയ്യോ, എന്തു പറ്റി? എന്താ കാട്ടുമുത്തപ്പ ഈ വേഷത്ത്? തെറ്റു പറ്റിയതാ. എന്താ പ്രശ്നമൊന്നും മനസ്സിലാവുന്നില്ല. ഒരു ആനയാ വിളിച്ചത്. പക്ഷെ പ്രത്യക്ഷപ്പെടാൻ തെറ്റിപ്പോയി, സ്ഥലം മാറി. ആനയെ ഇങ്ങോട്ട് വിളിച്ചാലോ? വേണ്ട, ഒന്നുകൂടി ട്രൈ ചെയ്യട്ടെ. ആവശ്യക്കാർക്ക് അങ്ങോട്ട് ചെന്ന് പ്രത്യക്ഷപ്പെടാൻ പറ്റണം അല്ലേ സൂത്ര? അയ്യോ സോറി, പിന്നെയും തെറ്റിപ്പോയി. ദേ അവിടെ. ഇതൊരു പ്രശ്നമായല്ലോ. എന്ത് ചെയ്യും? വൈദ്യരെ കാണാം. പിന്നാലെ വന്നാ മതി. അവിടെ ചെന്ന് പ്രത്യക്ഷപ്പെട്ടു നോക്കിയാ സ്ഥലം മാറിപ്പോയാലോ? തലയിൽ സിഗ്നൽ കിട്ടുന്നതിലെ പ്രശ്നമാ. പക്ഷെ ഇതിനുള്ള മരുന്ന് എന്റെ കയ്യിലില്ല. എവിടെയാണെന്ന് പറഞ്ഞാൽ പറിച്ചോണ്ട് വരാം. അതല്ല. കാട്ടുമുത്തപ്പന്മാരെ ചികിത്സിക്കാൻ എളുപ്പമല്ല. എല്ലാ മരുന്നും എനിക്ക് അറിയില്ല. ഇനി എന്ത് ചെയ്യും? ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. പാവം കാട്ടുമുത്തപ്പന് ഒരു ആവശ്യം വന്നാൽ ആര് രക്ഷപ്പെടുത്തും? കാട്ടുമുത്തന്മാരുടെ സപ്പോർട്ടിന് കൊടുങ്കാട്ടുമുത്തപ്പന്മാരുണ്ട്. ശരിയായി സൂത്ര, ശരിയായി. എങ്ങനെ? കൊടുങ്കാട്ടുമുത്തപ്പൻ സഹായിച്ചു അല്ലേ? സിഗ്നൽ കിട്ടുന്നതിന്റെ പ്രശ്നം തന്നെയായിരുന്നു. തലയ്ക്ക് ഒരു അടി കിട്ടി, അതോടെ മാറി. അടിച്ചോ? ആരടിച്ചു? കൊടുങ്കാട്ടുമുത്തപ്പനായിരിക്കും. അതല്ല, കാത്തിരുന്ന് മടുത്ത ആ ആന എന്നെ തിരഞ്ഞു പിടിച്ച് കൈകാര്യം ചെയ്തു. ക്ഷമയ്ക്കൊക്കെ ഒരു അതിരില്ലേ? അയ്യോ, ആനച്ചേട്ടൻ. അല്ല ശരു, ഇത് ആനച്ചേട്ടനല്ല, വേറെ ഏതോ ആനയാ. നമുക്കൊന്ന് മുട്ടി നോക്കിയാലോ? ഞാനില്ല, താൻ വാടോ. നമസ്കാരം. ആരാ? മനസ്സിലായില്ല. ഞാൻ സൂത്രൻ. ദാ അത് ശരു. ഹിഹി, ആളൊരു മണ്ടനാ. എന്താ വിശേഷിച്ച? ശാപ്പാട് അന്വേഷിച്ച് ഇറങ്ങിയതാ. വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യാണ്ടായി. എന്റെയും സ്ഥിതി അത് തന്നെ. നല്ല വിശപ്പ്, കണ്ണ് കാണാൻ വയ്യ. എന്നാ പിന്നെ താൻ എന്റെ കൂടെ കൂടെ. അയ്യടാ, കേറിക്കോ. ദാ കേറി. വഴി പറഞ്ഞു തരണം. ഇവിടെയൊന്നും വലിയ പരിചയമില്ലല്ലോ. ഞാൻ ഈ കാട് കണ്ടിട്ടേ ഇല്ല. അങ്ങനെയൊക്കെയല്ലേ ഓരോരുത്തരും പരിചയപ്പെടുന്നത്. നേരെ പോയാൽ ഒരു കരിമ്പിൻതോട്ടമുണ്ട്. എന്നാൽ നേരെ പോയേക്കാം. ഈ കാട്ടിൽ ഏറ്റവും മിടുക്കൻ ഞാനാ. വേറെ ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല. താനിതെങ്ങോട്ടാ? കുഴിയുണ്ടെന്ന് താനെന്താ പറയാത്തത്? ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് കണ്ണ് കാണാൻ വയ്യെന്ന്. തന്നോട് പറഞ്ഞതല്ലേ 2 മുട്ടയെങ്കിലും കിട്ടുമോന്ന് നോക്കാൻ. വല്ലാത്ത ക്ഷീണമാ സൂത്ര. എണീക്കാൻ തോന്നുന്നില്ല. കുറച്ചു പണി ആദ്യം ചെയ്താൽ ഈ മടി അങ്ങ് പോകും. ഉദാഹരണത്തിന് ഈ കല്ലുകൾ ഓരോന്നായി ഗുഹയ്ക്കകത്തേക്ക് കൊണ്ടേയിട്. ഇട്ടു. ഇനി അകത്തിട്ട കല്ലൊക്കെ പുറത്തു കൊണ്ടേയിട്. ഇപ്പൊ തനിക്ക് ഒരു ഉഷാറൊക്കെ വന്നില്ലേ? മുഖം കണ്ടാൽ അറിയാം. അതാ പറഞ്ഞത്, കുറച്ചു പണി ചെയ്താൽ കൂടുതൽ ചെയ്യാൻ തോന്നും. ഇനി താൻ പോയി വല്ലതും തിന്നാൻ കിട്ടുമോന്ന് നോക്ക്. തനിക്കെന്ത് പറ്റി? അച്ഛൻ രാവിലെ ഏൽപ്പിച്ചു പോയി ജോലി ചെയ്യാൻ തോന്നുന്നില്ല. കുറച്ചു പണി ആദ്യം ചെയ്താൽ മടിയങ്ങ് പോകും. ഉദാഹരണത്തിന് മുറ്റത്തെ ഈ കല്ലെല്ലാം ഗുഹയ്ക്കകത്ത് ഇടണം. അത് വേണോ? താൻ ചെയ്യടോ. മടിയങ്ങ് പോകും, ഉറപ്പാ. മടിയങ്ങ് പോകുന്നുണ്ടോ? ഇനി ഗുഹയ്ക്കകത്തേക്കല്ലേ. ദേ അച്ഛൻ വരുന്നു. വിവരം കേട്ടവനെ, കല്ല് മുഴുവൻ അകത്തേക്കിട്ടു. ശരി പറഞ്ഞിട്ടാ. എന്നാ പിന്നെ താനും കല്ല് മാറ്റിട്ട് പോയാ മതി. ഇത് തീർത്തിട്ട് അച്ഛൻ രാവിലെ ഏൽപ്പിച്ച ജോലി ചെയ്യാം. മടി ഉണ്ടാവില്ല. അതിന് ചെയ്യണ്ട. ഗുഹയ്ക്കകത്ത് 2 കല്ലുണ്ടായിരുന്നു. അത് പുറത്തു കളയാൻ അച്ഛൻ രാവിലെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് വഴക്കുകൾ ഉണ്ടാക്കുന്നത് നമ്മൾ തടയണം.
കാട്ടിൽ സമാധാനം നിറഞ്ഞു തുളുമ്പണമെങ്കിൽ നമ്മളും മുൻകൈ എടുക്കണം. വഴക്കുകൾ എവിടെയെങ്കിലും കണ്ടാൽ അത് പരിഹരിക്കണം, ഉടനെ ഉപദേശിക്കണം. എന്താ, എന്തു പറ്റി? ഇവൻ എന്നെ വെറുതെ തോണ്ടി, ഇവനും എന്നെ തോണ്ടി. വഴക്കുകൾ കണ്ടാൽ തീർക്കണം, അവരെ ഉപദേശിക്കണം. ശരി അപ്പൂപ്പ. പിള്ളേരെ, ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ പോവുകയാ. ഇങ്ങനെ വഴക്കിടരുത്. വഴക്കിടാതിരുന്നാൽ കാട്ടിൽ എന്താണ് നിറഞ്ഞു തുളുമ്പുന്നതെന്ന് അറിയാമോ? സമാധാനം. ശരി, ഞങ്ങൾ ഇനി വഴക്കിടില്ല. ശേരിക്കടുവായി ഞങ്ങളുടെ വഴക്ക് തീർത്തു. അല്ലെങ്കിലും ഷേരുവിനൊരു നല്ല മനസ്സുണ്ട്. എനിക്കിങ്ങനെ തോന്നുന്നില്ല. നമ്മുടെ മക്കൾ തോണ്ടിയാലും മാന്തിയാലും ഷേരുവിനെന്താ? ഏതായാലും വഴക്ക് തീർന്നില്ലേ, അത് നല്ല കാര്യമല്ലേ. പക്ഷേ പുലികളുടെ വഴക്ക് ഒരു കടുവ തീർക്കാൻ ശ്രമിക്കുന്നതിലാ കുഴപ്പം. വലിപ്പത്തിൽ അല്പം ചെറുതായ പുലികളെ അപമാനിക്കുന്നതാണിത്. അപമാനിച്ചിട്ട് കടുവകൾക്ക് എന്ത് കിട്ടാന്? ഇറച്ചി തിന്നുന്ന മറ്റെല്ലാവരെയും പാവങ്ങളാക്കി മാറ്റാനാ കടുവകളുടെ ശ്രമം. ഷെടാ, ആ ചിന്ത തന്നെ ശരിയല്ല, ഞാൻ എതിർക്കും. ആഹാ, നിങ്ങളെ പോലെ ചിലർ ഷേരുവിന്റെ പിന്നിലുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഞാൻ ആരുടെയും പിന്നിലല്ല കേട്ടല്ലോ. മുന്നിലായാലും പിന്നിലായാലും എതിർത്താൽ അടിച്ചൊതുക്കും. അമ്പടാ, അതൊന്ന് കാണണം. പിടിയടാ, അടിയടാ, കടിയടാ, ഇടിയടാ. അപ്പൂപ്പ, ഇവരിൽ ആരെയാ ഉപദേശിക്കേണ്ടത്? അറിയില്ലേ, അമറേഷ് പോത്തുമുറി മഹാകവിയാ, എന്റെ ഗുരുവാ. ഗുരു നിമിഷകവിയാ, നിമിഷകവി. ഒറ്റ മിനിറ്റ് കൊണ്ട് ആരെ പറ്റിയും കവിത ഉണ്ടാക്കും. ആണോ? മഹാകവി എവിടെയാ താമസം? ഞാൻ കാറ്റ് പോലെയാണ്, എവിടെയും പറന്നു ചെല്ലും. മഴ പോലെ എവിടെയും പെയ്യും. കുറുക്കൻ എന്നൊരു മാളം, കൗശലമെല്ലാം വരിവരിയായി പുറത്തു വരുമൊരു മാളം. ഹായ് ശേരു, കേട്ടോ? എന്നെ പറ്റിയുള്ള കവിതയാ. കറുപ്പ വല്ലൊരു കളിവഞ്ചി, മാനും മുയലും കേറിത്തുഴിയും കടുപ്പുള്ളൊരു കളിവഞ്ചി. സൂത്ര, മാൻ വഞ്ചി തുഴയുമോ? ഗുരു കവിത കൊണ്ട് എന്തും സാധിക്കുന്ന ആളാ. അങ്ങ് എന്റെ ഈ പല്ല് കണ്ടോ? കണ്ടു. ഇതിനേക്കാൾ മൂർച്ച എന്റെ കവിതകൾക്ക്. നിങ്ങളൊക്കെ ശത്രുവിനെ കടിച്ചു മാന്തി നേരിടും, ഞാൻ കവിത കൊണ്ട് നേരിടും. കടിക്കുന്നതാ കവിതയേക്കാൾ ഭേദം. എന്നാലേ ഞാനൊരു കാര്യം പറയട്ടെ. അങ്ങയെ പറ്റി മഹാകാവ്യം എഴുതാനാണോ? ഞാൻ തയ്യാർ. അതല്ല, ഞങ്ങൾക്കൊരു ശത്രുവിനെ കവിത കൊണ്ട് നേരിടണം, അത്രയുള്ളൂ. ശരി, ആളെ കാണിച്ചു തരൂ. ഞാൻ അവന്റെ അടുത്തേക്ക് കാറ്റ് പോലെ പറന്നു ചെല്ലും. എന്റെ കവിത ഇടിമിന്നൽ പോലെ അവിടെ വീഴും, വേൽ പോലെ പരക്കും. അത് മതി, അത് മതി. നമ്മുടെ കടിയനെ ആള്, മൂപ്പരെ ഒന്ന് കവിത ചൊല്ലി ആക്രമിക്കണം. അങ്ങാണോ കടിയൻ സിംഹം? അതെ, എന്താ കാര്യം? കോലിൽ നാട്ടിയ പോലൊരു തല, നീർക്കോലുകൾ നീണ്ടു കിടക്കും സടയും. മഹാകവിയുടെ ശിക്ഷനല്ല കരഞ്ഞോണ്ട് വരുന്നത്. പറഞ്ഞതുപോലെ ഗുരു കാറ്റ് പോലെ പറന്നു ചെന്നു, കവിതയും ചൊല്ലി. പക്ഷെ ഇടിയും മിന്നലും ആ സിംഹത്തിന്റെ വകയായിരുന്നു. ഇപ്പൊ അത് വെയില് പോലെ അവിടെ പറന്നു കിടപ്പുണ്ടേ. പറയുന്നു എന്നെ കാണാൻ ഒരു ഭംഗിയുമില്ലെന്ന്. ചേട്ടന്മാരെ, എന്നെ ഒന്ന് സുന്ദരനാക്കി തരാമോ? മോനിപ്പോഴേ സുന്ദരനാണല്ലോ. ആണോ? എന്റെ അമ്മ മാത്രമേ ഇതിനു മുമ്പ് ഈ സത്യം പറഞ്ഞിട്ടുള്ളൂ. എന്നാലും എന്നെ ഒന്ന് മേക്കപ്പ് ചെയ്തു തരണം, എല്ലാവരും ഒന്ന് കാണട്ടെ. ശരി, ഇവനൊരു തിരുമണ്ടനാവാ. ഒരു കളി കളിക്കാം. ആദ്യം കണ്ണൊക്കെ ഒന്ന് എഴുതാം. ഇവിടെ ഒരു പൂവിരിക്കട്ടെ. ഇനി വയറ്റത്ത് കുറെ പടം വരയ്ക്കാം, നല്ല ചേലായിരിക്കും. ഹായ്, വരച്ചു തീർന്നു. വലിയ ഉപകാരം. എന്നാ ഞാൻ പോട്ടെ. ചേട്ടന്മാരെ കണ്ടത് എന്റെ ഭാഗ്യമാ. ഞാനൊരു മണ്ടൻ, എന്നെ ഇടിക്കാമോ?
ചേട്ടന്റെ പേര് എഴുതി വെച്ചു. ശരി, ഒരു ആനവാൽ എവിടുന്ന് കിട്ടും? ഒരു മരുന്നുണ്ടാക്കാനാ, നല്ല ശക്തി കിട്ടുന്ന മരുന്നാ. ഒറ്റ വഴിയേ ഉള്ളൂ, പറ്റിയ ഒരു പാർട്ടി ഉണ്ട്. ഞാൻ ദാ വരുന്നു. ഇവനാ പുള്ളി. ഇവനും കൂട്ടുകാരും കൂടി എന്ത് കുന്ത്രാണ്ടവും സംഘടിപ്പിച്ചോളും. നീ പോയാൽ ആനവാല് കിട്ടുമോടോ? ഒന്നൊന്നുമല്ല, വേണമെങ്കിൽ 1000 ആനവാല് കൊണ്ടുവരാം. 1000 ഒന്നും വേണ്ട, മിടുക്കനാ. ദാ വരുന്നു. സോറി, ആനകൾ സമ്മതിക്കുന്നില്ല. താനല്ലേ പറഞ്ഞത് ഇവനൊരു മിടുക്കനാണെന്ന്? ആനയെ സമ്മതിപ്പിക്കാം. ആദ്യം നീ പോയൊരു കരിക്കിട്ടോണ്ട് വാ. വല്ലാത്ത ദാഹം. ഒന്നോ 1000 കരിക്ക് ഇപ്പൊ കൊണ്ടുവരാം. എവിടെയാടാ കരിക്ക്? സോറി, തെങ്ങിൽ പിടിച്ചു കയറാൻ പറ്റുന്നില്ല. എവിടെ നിന്ന് കിട്ടിയടാ ഇങ്ങനെ ഒരുത്തനെ? എന്നെ നീ നാണം കെടുത്തി അടങ്ങുമല്ലേ? സോറി, 1000 സോറി. എന്തോന്ന് സോറി? വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. ആനവാല് കിട്ടാതെ മരുന്നുണ്ടാക്കാൻ പറ്റില്ല. ആ മരുന്ന് കഴിച്ചാൽ കടിയ സിംഹത്തെ പോലും തോൽപ്പിക്കാൻ പറ്റിയേനെ. അത്രേ ഉള്ളോ? ഒന്നല്ല, ഒരു 1000 കടിയ സിംഹത്തെ തോൽപ്പിക്കാൻ ഞങ്ങൾ മതി. മിണ്ടി പോകരുത്. ഓടടാ അവന്റെ ഒരു പുഴു. സിംഹം പോയിട്ട് സിംഹത്തിന്റെ ഒരു രോമം പറിക്കാൻ നിനക്ക് പറ്റുമോ? ആരാ ഓടി വരുന്നത്? അതവനാ. ഒന്നല്ല, ഒരു 1000 രോമം പറിച്ചു. നിങ്ങൾ കാണുന്നു പറഞ്ഞിട്ടുണ്ട്. ഇനി മൂപ്പരെ നിങ്ങൾ തന്നെ ഒന്ന് സമാധാനിപ്പിച്ചു വിട. തണുപ്പുകാലം തുടങ്ങി. മനുഷ്യർക്കാണെങ്കിൽ കുപ്പായം എന്നൊരു കുന്ത്രാണ്ടമുണ്ട്. താനത് കണ്ടോ? മൃഗങ്ങൾക്കും ഉടുപ്പ് താല്പര്യമുള്ളവർ വരൂ. കുപ്പായ കരടീസ്, കുപ്പായ ഗുഹ. വാ പോയി നോക്കാം. ഉടുപ്പ് വേണമല്ലേ? അകത്തു വരൂ. കുപ്പായ കരടീസ്, കുപ്പായ ഗുഹ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കുപ്പായ കരടീസ്, കുപ്പായ ഗുഹ. ഏത് കുപ്പായം വേണം? എലിക്കുപ്പായം, ഇലക്കുപ്പായം, പുലിക്കുപ്പായം, തോൽക്കുപ്പായം? പറഞ്ഞാട്ടെ. ദാ ഈ ചേട്ടന് ഇലക്കുപ്പായം ചേരും, എടുക്കട്ടെ? ആയിക്കോട്ടെ. കോല, അളവെടുക്ക്. പേടിക്കണ്ട, നീർക്കോലിയാ. വയറ് 85, ഇറക്കം 112. അകത്തേക്ക് ചെന്നാട്ടെ. ഉടുപ്പ് റെഡി. എങ്ങനെയുണ്ട് സൂത്ര? കലക്കി. കുറുക്കച്ചാർക്ക് ഇലക്കുപ്പായം എടുക്കട്ടെ? ഇല വേണ്ട, വേറെന്തെങ്കിലും. പുലിക്കുപ്പായം, മരക്കുപ്പായം, മണ്ണുകുപ്പായം, മുള്ളുകുപ്പായം, ചെടിയുടുപ്പ്, പൊടിയുടുപ്പ്, കല്ലുടുപ്പ്, ചില്ലുടുപ്പ്. ഈ പറഞ്ഞതൊന്നും വേണ്ട. എന്നാൽ പിന്നെ ഒരു അൾട്രാമോഡേൺ സാധനമുണ്ട്. ബുദ്ധിയുള്ള ഉടുപ്പ. നമ്മളെ ഉടുപ്പ് ഇടണ്ട, അഴിക്കുകയും വേണ്ട. എല്ലാ ഉടുപ്പ് തന്നെ താൻ ചെയ്തോളും. അത് കൊള്ളാമല്ലോ. ഇന്ന് തന്നെ കേറും, നാളെ തനിയെ ഊരും. അത് മതി, അത് മതി. പിന്നെ വേണ്ടാന്ന് പറയരുത്. എന്നാൽ വാടോ. വിടാൻ പറ്റൂല. ഇന്ന് മുഴുവൻ എനിക്ക് ഡ്യൂട്ടി. നാളെ ചേട്ടൻ വരും. താനാരാ? മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അയ്യോ, ഇതേതാ സ്ഥലം? ഓ, പുതിയ ആളാണല്ലോ. ഇതാണ് സ്വർഗം. ചത്തുപോകുന്നവരൊക്കെ എത്തുന്ന സ്ഥലമാ. ശരിയായിരിക്കും. ഞാൻ ചത്തിട്ട് 10 മിനിറ്റ് ആയിട്ടുള്ളൂ. താനെങ്ങനെയാ ചത്തത്? സൂത്രൻ എന്നൊരു സൂത്രക്കാരൻ കുറുക്കനുണ്ട്. മൂപ്പരുടെ കെണിയിൽ ഞാനും അനിയനും പെട്ടുപോയി. സൂത്രനോ? സൂത്രനെ അറിയാമോ? അറിയുമോന്ന്? സൂത്രന്റെ അപ്പൂപ്പനാണോ ഞാൻ? അയ്യോ, സൂത്രന്റെ അപ്പൂപ്പനോ? ചതിച്ചോ? എന്നെ കൊല്ലല്ലേ. താനെന്തിനാ പേടിക്കുന്നത്? താനും ചത്തു, ഞാനും ചത്തു. ചത്ത മോളിനെ പിന്നെയും കൊല്ലാൻ പറ്റുമോ? എനിക്ക് എന്റെ കൊച്ചുമോന്റെ കഥകൾ കേൾക്കണം. പറ, വിശദമായിട്ട് പറ. സൂത്രൻ ആളെ ജഗതില്ലല്ലേ? പണ്ട സൂത്രനൊരു ആനയെ. സൂത്രനൊരു മിടുക്കൻ തന്നെ. അയ്യോ, എന്താ, എന്ത് പറ്റി? ഒരു കടുവച്ചാര ഓടി വരുന്നുണ്ട്. മൂപ്പർ ഇവിടുത്തെ ഗുണ്ടയാ. ഞാനുമായിട്ട് വഴക്ക. എന്തിനാ പേടിച്ചോടുന്നത്? നമ്മൾ രണ്ടും ചത്തതല്ലേ? ശരിയാ, മൂപ്പർക്ക് നമ്മളെ കൊല്ലാൻ പറ്റില്ല. പക്ഷെ കടിക്കാനും മാന്താനും പറ്റുമടോ. ചേട്ടാ, അനിയ ചേട്ടാ, ഇത് ഷേരുവിന്റെ അപ്പൂപ്പനാ. ഞാൻ ഷേരുവിന്റെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു. തന്നെ ഞാൻ കുറെ ഇടിച്ചിട്ടുണ്ട്. മാപ്പ് തരണം. സൂത്രനെയും ഷേരുവിനെയും പോലെ നമുക്കും കൂട്ടുകാരാവാം. രണ്ടുപേരെ കൂട്ടുകാരാക്കിയപ്പോൾ മനസ്സിൽ എന്തൊരു ആശ്വാസം. അതെ അതെ. അവന്മാരുടെ വരവത്ര ശരിയില്ലല്ലോ ചേട്ടാ. സൂത്രന്റെയും ഷേരുവിന്റെയും ഹോബി മുയലുപിടുത്തമല്ലേ? ഞങ്ങളും അത് തുടങ്ങി. എന്തായി? വല്ലതും കിട്ടിയോ? ദാ ഇവനെ കിട്ടി. തവളയോ? മുയലിനെ പിടിക്കാൻ ഓടുമ്പോൾ ഇവൻ ഇടയ്ക്ക് ചാടി സൂത്ര. ഭാഗ്യത്തിന് ഞാൻ കണ്ടു, അല്ലെങ്കിൽ ചവിട്ടുകൊണ്ടേനെ. പാവം, ഇവന്റെ കാലിനൊരു മുറിവുണ്ട്. അതുകൊണ്ട് സ്പീഡിൽ ചാടാൻ പറ്റില്ല. മൂങ്ങാവൈദ്യരെ കൊണ്ട് മുറിവിന് മരുന്ന് വാങ്ങണം. ഇനി ഇവനൊരു പരിക്ക് പോലും പറ്റാതെ ഞാൻ നോക്കും. തവളമോനെ, ഇവിടെ ഇരിക്കെ. അപ്പുറത്ത് ഉറുമ്പാ. അല്ലെങ്കിൽ ഇവിടെ ഇരുന്നോ, വെയിൽ കൊള്ളില്ല. എന്നിട്ടാ വൈദ്യരെ കാണാൻ പോകാൻ കേട്ടോ. പൊരിച്ചു തിന്നുന്നവനെ ചികിത്സിക്കാൻ പോകുന്നു. ഇങ്ങ് താടോ അവനെ. ഇല്ല, ഞാൻ തരില്ല. തന്നില്ല
വിളിക്കും. താൻ ഉറങ്ങുമ്പോൾ ഞാൻ ഇവനെ എടുത്ത് ചൂടും. എങ്കിൽ ഞാൻ ഒന്നും ഉറങ്ങുന്നില്ല. തവളയെ വളർത്തുന്ന കാര്യം എല്ലാവരോടും പറഞ്ഞാൽ തന്നെ ഞാൻ നാണം കെടുത്തും. കെട്ടുപോയാൽ പിന്നെയും പിന്നെയും കത്തിക്കും. കടിയനോട് പറഞ്ഞാൽ തന്നെ ഞാൻ തല്ലിക്കും. തവളമോന് വേണ്ടി ഞാൻ ആ തല്ല് കൊള്ളും. എടോ, തനിക്ക് അവനോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. താനിവനെ വളർത്തുകയോ തളർത്തുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഹാവൂ സൂത്ര, എനിക്ക് സന്തോഷമായടോ. എനിക്ക് തുള്ളി ചാടാൻ തോന്നുന്നു. ഹി ഹാ. 4 കാലും തട്ടലും മുടിഞ്ഞിട്ടുണ്ടല്ലോ. എന്ത് പറ്റി? തുള്ളി ചാടിയതാ. തവളമോൻ താഴെ ഉണ്ടെന്ന് ഓർത്തില്ല. എങ്ങോട്ടാ വൈദ്യരെ? സ്വന്തം വാല് കടിച്ചു മുറിച്ച ഒരു പട്ടിയെ ചികിത്സിക്കാൻ നാട്ടിൽ പോകുന്നു. ഏതോ മനുഷ്യനെ കടിക്കാൻ പോകുന്നതിന് മുമ്പ് പല്ലിന്റെ മൂർച്ച നോക്കിയതാണത്രേ. വൈദ്യർ ഇങ്ങനെ നാട്ടിൽ പോയാൽ എന്ത് ചെയ്യും? ചികിത്സിക്കും, അല്ലാതെ എന്ത് ചെയ്യാൻ? അതല്ല, ഇടയ്ക്കിടയ്ക്ക് വൈദ്യർ ഇങ്ങനെ പോയാൽ നമ്മൾ എന്ത് ചെയ്യുമെന്നാ ചോദിച്ചത്. വൈദ്യരില്ലാത്ത നേരത്തെ നമുക്ക് എന്തെങ്കിലും അപകടം വന്നാലോ? അയ്യോ, കാട്ടിലാകെ ഒരു വൈദ്യരേ ഉള്ളൂ. അതാ പ്രശ്നം. ചികിത്സിക്കാൻ വേറൊരാളെ കൂടി കണ്ടുപിടിച്ചാൽ രക്ഷപ്പെട്ടു. മരുന്നിനെ പറ്റിയൊക്കെ നല്ല വിവരമുള്ള ആള് വേണം. ആ, നമുക്കൊന്ന് അന്വേഷിച്ചു നോക്കാം. പുത്ര, ആളെ കിട്ടി. താൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ വേറൊരു വൈദ്യന്റെ കാര്യം? ഒരാളെ കിട്ടി. ഇത്ര പെട്ടെന്നോ? ജലദോഷക്കൊന്ന് ഇടിഞ്ഞു വീണു. അങ്ങേരെ അവിടെ നിൽക്കുന്നുണ്ട് ഒരു എലിയ. മരുന്നിനെ പറ്റിയൊക്കെ നല്ല വിവരമാ. പരിക്ക് പറ്റിയവർക്കുള്ള മരുന്നൊക്കെ മൂപ്പരെ പുല്ലുപോലെ പറഞ്ഞു കൊടുക്കുന്നു. താൻ അങ്ങോട്ട് ചെല്ല്, ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ട് വരാം. കല്ല് വീണ് കാല് ചെന്നവർക്ക് പുരട്ടാൻ അത്തിപ്പഴം ആമത്തോട് ഉരച്ചത് തയ്യാറാക്കണം. കല്ല് മാറ്റി ഇവരെ പുറത്തെടുക്കുമ്പോഴേക്കും മരുന്ന് റെഡിയാകണം. കഴുത്ത് ഉളുക്കിയവരുണ്ട്, അവർക്ക് കഴുത്തിൽ പുരട്ടാൻ കഴുതപ്പുറത്ത് ഉരച്ച കാട്ടുവള്ളി വേണം. താഴെ പോയി വന്നിട്ട് ബാക്കി മരുന്നുകൾ പറയാം. ഇങ്ങേര് കൊള്ളാമല്ലോ. ഞങ്ങൾ കല്ല് മാറ്റാം, താൻ പോയി ഈ പറഞ്ഞ മരുന്നൊക്കെ കൊണ്ടുപോവാ. ശരു, ഇതുവരെ കൊടുത്ത മരുന്നെല്ലാം ഫലിച്ചു. ഇങ്ങേരെ തന്നെ വൈദ്യനാക്കാം. കുറെ രോഗികൾ എന്റെ കൂടെ വന്നിട്ടുണ്ട് പുതിയ വൈദ്യരെ കാണാൻ. ഞാൻ വൈദ്യനാകാനോ? എനിക്കൊന്നും പറ്റില്ല. അങ്ങനെ പറയരുത്. ഇവിടെ ഒരു വൈദ്യർ കൂടി വേണം. ഷെടാ, പറ്റാത്ത കാര്യം ഞാനെങ്ങനെ ചെയ്യാനാ? പറ്റാത്ത കാര്യമോ? പിന്നെ താഴെ പോയി നോക്കി മരുന്നൊക്കെ പറഞ്ഞതോ? മരുന്ന് റെഡിയാക്കാൻ പറഞ്ഞു തന്നത് മൂങ്ങാവേദര. വൈദ്യരും ഇതിന്റെ അടിയിൽ പെട്ട് കിടക്കുന്നുണ്ട്. തെറ്റ് എവിടെ കണ്ടാലും ഞാൻ പറയും. അതിന്റെ എന്ത് പ്രത്യാഘാതം വന്നാലും പറയും. ആര് വന്നാൽ പറയുമെന്ന്? അനാവശ്യമായി ചീത്ത വിളിക്കുക, തല്ലുക, ഇതൊക്കെ കണ്ടാൽ ഞാൻ പറയും. സൂത്രനെ കടിയം വിളിക്കുന്നു. താനും വന്നു. അനാവശ്യമായി ചീത്ത വിളിക്കുക, തല്ലുക, ഇതൊക്കെ കാണാനൊരു ചാൻസാ. എങ്കിൽ ഞാനും വരും. തെറ്റ് കണ്ടാൽ ഞാൻ പറയും, ഉറപ്പാ. മനസ്സിലായി, താൻ നടക്ക. എന്ത് പ്രത്യാഘാതം വന്നാലും എന്തായാലും സപ്പോർട്ടിന് ഒരാളുള്ളത് നല്ലതാ, അല്ലേ ശരു? അതെ, പ്രത്യാഘാതം വന്നാൽ തടയാൻ ഒരാളായി. മരത്തടിയെ പറ്റി ഇന്നലെ താൻ മോനെ എന്താ പറഞ്ഞു കൊടുത്തത്? അതാ മരത്തടി വെള്ളത്തിലിട്ടാൽ പൊങ്ങി ഒഴുകി നടക്കുമെന്ന്. മരക്കഴുത, എന്നിട്ടെന്താ ഈ തടി ഒഴുകി നടക്കാത്തത്? അതിന് വെള്ളം വേണ്ടേ? എന്റെ ചേട്ടാ, ആവശ്യത്തിന് വെള്ളമുണ്ടെങ്കിലേ ഒഴുകി നടക്കൂ. തെറ്റ് കണ്ടാൽ പറയുന്ന ആളല്ലേ താൻ. താൻ പറ, ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുമുണ്ടോ? പറയടോ. സൂത്രൻ പറഞ്ഞതിൽ തെറ്റുണ്ട്. കേട്ടോടോ. വിവരമില്ലെങ്കിൽ പിള്ളേരെ പഠിപ്പിക്കാൻ വരരുത്. കുരുത്തം കേട്ടവനെ, ഞാൻ പറഞ്ഞതാണോ അങ്ങേര് ചെയ്തതാണോ തെറ്റ്? തന്നെ സപ്പോർട്ടിന് വിളിച്ച എനിക്കിത് കിട്ടണം. തടി ഒഴുകി നടക്കുമെന്ന് പറയേണ്ട കാര്യമില്ല, അതാ തെറ്റ്. ഒഴുകുമെന്ന് മതി, കാരണം തടി നടക്കില്ല.